ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്? കശ്മീരിൽ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം കശ്മീരിൽ നിരന്തരം അവിടെയുള്ള ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത് നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ഇടയ്ക്ക് അതിഥി തൊഴിലാളികളെ, അവിടെ എത്തിയ 2 ഹിന്ദു അതിഥി തൊഴിലാളികളെ മതം പറഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്ന് കശ്മീരി പണ്ഡിറ്റുകൾ, അങ്ങോട്ടേക്ക് എത്തിയ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഇപ്പോൾ ഭീഷണി വന്നിട്ടുണ്ട്. അത് ഭീകര സംഘടനകളുടെ ഭീഷണിയാണ് വന്നിട്ടുള്ളത്. അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഇത്ര നാളുകൾക്കകം നിങ്ങളെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങളെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതികരണമൊന്നും ഞാൻ കണ്ടില്ല. ഈവൻ ദോ അവിടെ നടക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അത് താങ്കളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, ISI കശ്മീരിലെ ഭീകര ശൃംഖലയുടെ രീതി അവർ മാറ്റിയിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ആക്രമണം അവർ നടത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ പ്ലാൻ വളരെ ക്ലിയർ ആണ്, ചെറിയതാണ്, കണ്ടെത്താൻ ബുദ്ധിമുട്ട് ഉള്ളതായിട്ടുള്ള ഒരു രീതിയാണ് അവർ അവലംബിക്കാൻ പോകുന്നത്. ഈ സംഭവം ഒന്നാമത് അവരുടെ പ്ലാൻ നമ്പർ 1 എന്ന് പറയുന്നത് ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സിനെ അവരിറക്കുന്നു എന്നുള്ളതാണ്. അത് ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സായിട്ട് അവർ ഇറക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ്, കൗമാരക്കാരെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പഴയ ശൃംഖലയിലുള്ള പലർക്കും, ഇവരുടെ പഴയ ശൃംഖലയിലുള്ള പലർക്കും പോലീസിന്റെ ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് സുരക്ഷാ സേനയെ വെട്ടിക്കാനായിട്ട് 15 വയസ്സുള്ള യുവാക്കളെയും പെൺകുട്ടികളെയും പുതിയ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആയിട്ട് നെറ്റ്വർക്കിലേക്ക് ഉപയോഗിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രണ്ടാമത്, ഒരാൾക്ക് നൽകുന്ന ആയുധത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്. ആ ആയുധം എന്ന് പറയുന്നത് വലിയ വലിയ ആയുധങ്ങൾ ഇവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. AK-47 പോലുള്ള ആയുധങ്ങൾ കൈമാറുന്നതിന് പകരം പിസ്റ്റൽ കൊടുക്കുക, 1-2 പിസ്റ്റൽ കൊടുക്കുക. ചെറിയ കൺസൈൻമെന്റ്സ് ആണ് കൊണ്ടുപോകുന്നതെന്നാണ് റിപ്പോർട്ട്. അതും ഒരാൾ നേരിട്ട് ആക്രമണകാരിക്ക് കൊടുക്കുന്നില്ല. പല 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 കൈകൾ മാറിയാണ് ഈ പിസ്റ്റൾസ് അവർ കൊടുക്കുന്നത്. അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ടാർഗറ്റഡ് കില്ലിങ്സ്, ഇതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വലിയ ആക്രമണത്തിന്, ഇപ്പൊ പഹൽഗാം ആക്രമണമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10-25 പേരെ ഒരുമിച്ച് കൊന്നുകളയുക എന്നുള്ളതാണ് ഇവർ എടുത്തിരിക്കുന്ന ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്. നേരത്തെ അവലംബിച്ച് വരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ടാർഗറ്റഡ് കില്ലിങ്സ്, ഒരു ദിവസം ഒരു ഹിന്ദുവിനെ കൊല്ലുക, ഇതാണ് ഇവർ ഇപ്പൊ നിലവിൽ അവലംബിച്ച് വരുന്ന കാര്യം എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള ആക്രമണത്തിന് പകരം ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ടാർഗറ്റഡ് കില്ലിങ്സ് നടത്താനുള്ള രീതിയിലേക്ക് മാറുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. ഇതിന് ചൈനീസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നു. അത് സാധാരണ മൊബൈൽ ഫോൺ ആകാം, റേഡിയോ സംവിധാനങ്ങളുടെ കൂട്ടിച്ചേർത്ത ഡിവൈസുകളാകാം എന്നുള്ളതാണ്. എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പാകിസ്ഥാനിൽ ഈ ഹമാസ് സംഘടനയുടെ സാന്നിധ്യം നമ്മൾ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് സംഘടന അവിടെ വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദിനൊക്കെ പരിശീലനം കൊടുക്കാനാണ് എന്നും നമുക്ക് ഇസ്രായേലാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അത് പറഞ്ഞ് ഇസ്രായേൽ നമുക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇവന്മാരെ തകർക്കാനായിട്ട് നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഗാസ ടണൽ വാർഫെയർ ആണ്. ഇപ്പൊ ഹമാസിന്റെ ഗാസ ടണൽ വാർഫെയർ ആണ് ഇവർ അവലംബിക്കാൻ പോകുന്നത്. ആര്? ലഷ്കർ-ഇ ത്വയ്ബയും പിന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ. ഇസ്രായേലിന് ഇപ്പോഴും ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട് കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടണൽ വാർഫെയർ അവർ അവലംബിക്കുന്നത് കൊണ്ടാണ്. ഒരു സമയത്ത് ഈ ഗാസയിൽ ഇസ്രായേൽ പതുക്കെ കയറി വലിയ രീതിയിൽ കയറി റഫയിലേക്ക് എത്താൻ പോയപ്പോ പെട്ടെന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായി, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം റഫയിലോട്ട് ഇസ്രായേൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഈ സിനിമാ താരങ്ങൾ മുതൽ ഈ ക്യാമ്പയിനിൽ ഭാഗമായി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരു ആഗോള ക്യാമ്പയിൻ ആയിരുന്നു. അതിൽ ഭാഗമാകാത്ത സിനിമാ താരങ്ങളെയൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്തു. ഇവരെ പോയി തെറി പറയുക, ഇവരുടെ ലൈക്ക് കുറയ്ക്കുക, കമന്റ് കുറയ്ക്കുക, ഇവരെ മാസ് റിപ്പോർട്ട് ചെയ്യുക, ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കുക, ഇപ്പോൾ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയ്ക്കുക എന്നൊക്കെയുള്ള വലിയ ഇതൊക്കെ ഉണ്ട്. ഈ റഫയിലേക്ക് ഇസ്രായേൽ കയറാൻ പോകുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റഫയാണ് ഈ ഹമാസിന്റെ നാഡീകേന്ദ്രം എന്ന് പറയുന്നത്. ഈ റഫയിൽ നിന്ന് നേരെ ഈജിപ്തിലോട്ട് ഫിലാഡൽഫിയ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണ്, അതാണെന്ന് തോന്നുന്നു, ഫിലാഡൽഫിയ ടണൽ, അങ്ങനെ ഒരു ടണൽ അവിടെ ഉണ്ടായിരുന്നു. ആ ടണൽ വഴിയാണ് ഇവർക്ക് എല്ലാം എത്തിക്കൊണ്ടിരുന്നത്. ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആയുധമാകട്ടെ, പണമാകട്ടെ, ഭക്ഷണമാകട്ടെ, ആ ടണൽ പിടിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ തകർത്തു കഴിഞ്ഞാൽ ഹമാസിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് അത് വഴിവെക്കും. അതുകൊണ്ട് റഫയിലേക്ക് കയറാനായിട്ട് ഇവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ടണൽ
അതുപോലെയുള്ള പല പല ടണലുകൾ നമ്മുടെ രാജ്യത്ത്, അത് മലകളിലാകട്ടെ അല്ലെങ്കിൽ പല ഗുഹകളിലാകട്ടെ, അത് തുരന്ന ടണലുകൾ ഉണ്ടാക്കുന്ന കാര്യം, അങ്ങനെ ഒരു വാർഫെയർ കശ്മീരിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ അവർ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് പല മാധ്യമങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൗണ്ടർ ടെററിസം ചലഞ്ചാണ് ഈ ഹമാസ് വഴി ഈ ലഷ്കർ ഇ ത്വയ്ബ അടക്കം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് കശ്മീരിൽ ശാന്തത വന്നു എന്നാണ്. കശ്മീരിലെ ലാൽ ചൗക്കിൽ ഇന്ത്യൻ പതാക പാറി പറന്നാൽ ആ ശാന്തത അവിടെ ലഭിക്കില്ല. യഥാർത്ഥത്തിൽ കശ്മീരിലേക്ക് ശാന്തത വരാനായിട്ട് ഇനി എത്ര ദിവസമെടുക്കും, എത്ര നാളെടുക്കും, ഇനി അത് വർഷങ്ങളെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ. എൻ്റെ മാത്രമല്ല, ഈ രാജ്യത്തെ ദേശസ്നേഹികളായിട്ടുള്ള പല ആൾക്കാരുടെയും കൺസേൺ അതാണ്. അതായത് ഈ കാശ്മീരിലെ ഭീകരവാദം കേന്ദ്ര സർക്കാർ 100% ഇല്ലാതാക്കിയെന്നെങ്ങും അവകാശപ്പെട്ടിട്ടില്ല. അതിനെ വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ധനുഷ് ഇവിടെ ആദ്യം പറഞ്ഞതിൽ തന്നെ കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഒരു ഗ്രൂപ്പായിട്ടോ, ഇപ്പോൾ ഈ നക്സലിസം നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് സഹായകരമായത് നക്സലിസം ഒരു സ്ഥലത്ത് കേന്ദ്രീകൃതമായി നിന്നുകൊണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ കാശ്മീരിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. കാശ്മീരിലെ സിവിലിയൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭീകരവാദമാണ് അവിടെ നടക്കുന്നത്. പലപ്പോഴും ഇപ്പോഴത്തെ പുതിയ വാർത്ത അനുസരിച്ച് 15 വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടികളെയാണ് ഇവർ ഇതിനകത്ത് കൂടുതലായി ഇവരുടെ സന്ദേശങ്ങൾ കൈമാറാനായിട്ട്, വെപ്പൺസ് കൈമാറാനായിട്ട്, ഈ ഭീകരർക്ക് വേണ്ടിയുള്ള ഒളിത്താവളം കണ്ടെത്താനായിട്ടൊക്കെ 15 വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലുതായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേ കാഴ്ച തന്നെ നമ്മൾ മുമ്പ് കാശ്മീരിൽ കണ്ടിരുന്നു. അവിടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം പട്ടാളത്തിന് കല്ലെറിയുന്നത് ഏറെയും കുട്ടികളായിരുന്നു. കാരണം കുട്ടികൾക്ക് ഈ 500 രൂപ വെച്ച് കിട്ടും ഒരു കല്ലെറിയുന്നതിന്. അപ്പോൾ അതേ രീതിയിൽ ഈ കുട്ടികൾക്ക് പണം കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാലോ, കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളല്ലേ, അവർക്ക് അതിനകത്ത് വലിയ ബോധം ഉണ്ടായില്ല. ഇതിന്റെ കേസ് എന്താണോ, ഇല്ലെങ്കിൽ പട്ടാളം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല. ഈ കുട്ടികളാണ് ഇതിനെ പലപ്പോഴും കരുവുകളാക്കി മാറ്റുന്നത്. മുമ്പ് 500 രൂപയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അതിൽ കൂടുതലായിരിക്കും റേറ്റ്. എന്തായാലും അത്തരത്തിലാണ് ഇതിൽ വരുന്നത്. അത് കൂടാതെ തന്നെ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ 2500 തദ്ദേശീയരായ കാശ്മീരികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് തദ്ദേശീയരുടെ സഹായത്തോടു കൂടിയാണ് ഇവരിവിടെ എത്തിയത്. 2019 മുതൽ തന്നെ ഈ രാജ്യത്ത് ഹമാസിനെ നിരോധിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. കാരണം ഒരു സംഘടനയെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഉത്തരവിടേണ്ട ഒരു കാര്യമല്ല. അവരെക്കുറിച്ചുള്ള മുഴുവൻ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ട്രിബ്യൂണലിലും മറ്റും, ഹമാസ് ട്രിബ്യൂണലിലും മറ്റും പോകില്ലായിരിക്കാമെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിഡൻസും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കം തുടങ്ങിയത് എന്നാണെന്നും അത് ഒടുവിൽ എത്തി നിന്ന വർഷം ഏതാണെന്ന് പറയാം. 4-5 വർഷക്കാലം ഇതിന്റെ കുറിച്ച് സമഗ്രമായ വിവിധ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ സമഗ്രമായി പഠിച്ചതിന് ശേഷമാണ് അതിന്റെ പഴുതടച്ചിട്ട് നിരോധനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹമാസിനെ ഇനി നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഘടന ഹമാസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായി തന്നെ എല്ലാവരും ചോദിക്കും, അതിന് ഹമാസ് നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഹമാസിന്റെ അനവധി സ്ലീപ്പർ സെല്ലുകളുണ്ട്. നമുക്കറിയാം, ഹമാസ് ഇസ്രായേലിന്റെ ഈ ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് ഒരു വലിയ ആക്രമണം നടത്തുകയും 1400-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സംഭവത്തിൽ ഈ കേരളത്തിലടക്കം ഹമാസ് ഇനി അടുത്ത ലക്ഷ്യമിടുന്നത് കാശ്മീരാണെന്നും ഹമാസിന്റെ നേതൃത്വത്തിൽ പുതിയൊരു രാജ്യം കാശ്മീരിൽ വരുമെന്നും ഹമാസിന്റെ ഇന്ത്യൻ ഘടകത്തിന്റെ കൊടികൾ വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹമാസിന്റെ ലീഡേഴ്സ് കൊല്ലപ്പെട്ടതിലേക്ക് ആ ലീഡേഴ്സിന്റെ ചിത്രങ്ങൾ ആനപ്പുറത്ത് ഏറ്റിയതും ഈ കൊച്ചു കേരളത്തിലായിരുന്നു. അങ്ങനെ എല്ലായിടത്തും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനപ്പുറത്തേക്കുള്ള തെളിവുകളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയും ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടനയല്ല, ഈജിപ്തിലും മറ്റും രൂപം കൊണ്ടിട്ടുള്ള സംഘടനകൾ തന്നെയാണ്. അതിന്റെ ഒരു വകഭേദമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ അവർ ആ പേര് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും വ്യത്യസ്തമായ പേരുകൾ ലോകത്തെമ്പാടുമുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയും. ഇവിടെ POKയിൽ മുൻപ് ഈ ന്യൂസ് ഇന്ത്യ മലയാളം അതിന്റെ വിഷ്വൽ സഹിതം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ സഹിതം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹമാസിന്റെ ലീഡേഴ്സ് POKയിൽ എത്തിയിട്ട് പറയുന്നു ദില്ലിയിൽ രക്തപ്പൊഴി ഒഴുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ ലീഡേഴ്സ് പങ്കെടുക്കുന്ന കാര്യമുണ്ടായിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണം ഹമാസിന്റെ മോഡലാണ്. ഇപ്പൊ ഹമാസിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും പരിശീലനം കൊടുക്കുന്നതൊക്കെ. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസയിലടക്കം ഇസ്രായേൽ നടത്തുന്ന കനത്ത ആക്രമണത്തിൽ ഈ ഹമാസിന് പിടിച്ചു നിൽക്കാതെ വന്നപ്പോൾ ഹമാസ് പിന്നീട് അഭയം തേടി എത്തിയത് തുർക്കിയിലായിരുന്നു. ഇവരെ പിന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ഖത്തറായിരുന്നു. ആ ഖത്തറിൽ പോലും ഇസ്രായേൽ കൊണ്ട് അടിച്ചായിരുന്നു, അവരുടെ വ്യോമാക്രമണം നടന്നിരുന്നു ഇവരുടെ ലീഡേഴ്സിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് തുർക്കിയായിരുന്നു പിന്നെ അഭയം കൊടുത്തുകൊണ്ടിരുന്ന സാഹചര്യം. ഇപ്പൊ തുർക്കിയെ സംബന്ധിച്ച് ഇപ്പോൾ അത് കുറച്ചുകൂടെ അപകടകരമാണ്. കാരണം തുർക്കി നാറ്റോയുടെ ഒരു ഭാഗമാണ്. അവിടെ നിന്നുകൊണ്ട് ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ തന്നെ അവർ തമ്മിൽ വലിയ നല്ല സുഖത്തിലല്ല. അപ്പൊ സ്വാഭാവികമായി തുർക്കിയുടെയും കൂടെ ഒരു അനുഗ്രഹാശസ്സുകളോട് കൂടി തന്നെയാണ് ഈ ഹമാസ്, മുനീറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് പബ്ലിക്കാണത്. അവർ ഈ ഹമാസിന്റെ ലീഡേഴ്സ് വരുന്നു, പാകിസ്ഥാന്റെ പടല ക്യാമ്പുകൾ സന്ദർശിക്കുന്നു, അവരുടെ പരിശീലന പരിപാടികൾ പങ്കെടുക്കുന്നു. അപ്പോൾ ഹമാസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ അയൽപക്കത്ത് എത്തി എന്ന് ഇസ്രായേലിന്റെ അംബാസിഡർ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പാണ് ദില്ലിയിൽ വെച്ച് പറഞ്ഞത്.
ഹമാസ് നിങ്ങളുടെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ അവരുണ്ട്, പാകിസ്ഥാനിൽ അവരുണ്ട്. നിങ്ങൾ കടുത്ത ജാഗ്രതയിലായിരിക്കണമെന്ന് അവർ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ഇവിടെ ഈ ടണല് വഴിയുള്ള ഭീകരവാദം പുതിയതല്ല. ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്ത് ഈ ഗ്രനേഡ് ആക്രമണങ്ങളും മറ്റും നടത്തുന്ന ഇതിനൊക്കെ ടണലിൽ കൂടെ എത്തുന്നവരായിരുന്നു. അതിനവർ കൂടുതലായിട്ടും ഇത്തരം ടണലുകളും ഗുഹകളും അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു, ചെങ്കുത്തായ മലനിരകൾക്കിടയിലുള്ള ഗുഹകളും മറ്റുമൊക്കെ. അതിനുശേഷമാണ് നമ്മൾ ആസാൻ റൈഫിൾസിനെ അടക്കം കാശ്മീരിലേക്ക് നിയോഗിച്ചിരുന്നു. കാരണം അവര് കുറച്ചുകൂടെ ഈ മൗണ്ടൻ മേഖലയിൽ യുദ്ധം ചെയ്തിട്ട് ഈ ചെങ്കുത്തായ മലകളിലും കാടുകളിലും യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള സൈനിക വിങ്ങുകളാണ് ഇപ്പോൾ കൂടുതലായി അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വനങ്ങളിലും മറ്റുമൊക്കെ ഒളിച്ചിരുന്ന ഗുഹകളിലും മറ്റും ഒളിച്ചിരിക്കുന്നവർക്ക് നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആകാശമാർഗം നമുക്ക് അവരെ ആക്രമിക്കാൻ പറ്റില്ലേ, ബോംബ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ഇവര് മാത്രമല്ല അവിടെ ഉള്ളത്. കാരണം അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ട്, ഈ വനത്തിൽ തന്നെ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാമങ്ങളുണ്ട്, അതിനിടയിലാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോംബ് വിടുമ്പോൾ ഒരുപാട് സിവിലിയൻസിനും അത് അപകടം സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. എങ്കിൽ തന്നെ നമ്മുടെ സൈന്യം ഈ ഗുഹകളിലും മറ്റുമൊക്കെ ബോംബ് നിക്ഷേപിക്കുന്ന വിഷ്വൽസ് ഒരുപാട് യൂട്യൂബിലും മറ്റും അവൈലബിൾ ആണ്. അവിടെ അവരെ തകർത്ത് കളയുന്ന ഒരു രീതി. അപ്പം ഇങ്ങനെ ഒരു വലിയ മൂവ്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇപ്പോൾ ഇന്ത്യയിൽ. പ്രത്യേകിച്ച് നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമൊക്കെയാണ്. ഈ സ്വാതന്ത്ര്യ ദിനം, അതുപോലെ തന്നെ ഹോളി, ദീപാവലി തുടങ്ങിയ ഈ നമ്മുടെ രാജ്യത്തിന്റെ ആഘോഷങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ സ്ഫോടനങ്ങളോ കൊലപാതകങ്ങളോ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ രീതിയിലുള്ള അവരുടെ ഒരു വിജയമായിട്ട് അവർക്ക് ആഘോഷിക്കാനും കഴിയും. രണ്ടാമത്തെ കാര്യം, കാശ്മീരിൽ ഇപ്പോൾ മതം ചോദിച്ചുള്ള കൊലപാതകം കൂടിയിരിക്കുന്നു. ധനുഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് ചെറുപ്പക്കാർ 20ഉം 21ഉം വയസ്സുള്ള രണ്ട് യുവാക്കളെയായിരുന്നു, ഝാർഖണ്ഡിൽ നിന്നുള്ള രണ്ട് യുവാക്കളെയായിരുന്നു അവിടെ കൊലപ്പെടുത്തിയത്. അവരുടെ രണ്ട് പോളിസികളാണുള്ളത്. ഒന്ന്, ഹിന്ദുക്കളെ കൊല്ലുക എന്ന് മാത്രവുമല്ല, അവരാദ്യം അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര സംസ്ഥാനക്കാർ ഇവിടെ വേണ്ട എന്നാണ്. കാരണം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞോടുകൂടി മറ്റു സംസ്ഥാനങ്ങളെ പോലുള്ള പവർ തന്നെ കാശ്മീരിനുമുള്ളൂ. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിൽ തേടി എത്തുന്നവർ ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൊല്ലുക എന്നുള്ള പോളിസി ആയിരുന്നു. പക്ഷെ ആ പോളിസി വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും അവർ പഴയ ഹിന്ദുവിനെ ഇല്ലാതാക്കുക എന്നുള്ളത്, ഹിന്ദുക്കളുടെ മതം ചോദിക്കുക, കൊല്ലുക, ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെയും ഇപ്പോൾ അവർ കൊലവിളി നടത്തിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പൊ പഴയതുപോലെയല്ല, അവർ പണ്ട് ചെയ്തിരുന്ന അതേ പണി തന്നെ കുറച്ചുകൂടി പോളിഷ് ആയിട്ട് അവർ വീണ്ടും ഇറക്കിയിട്ടുണ്ട്, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരുകൾ ചെയ്യുന്ന പണി ഈ ഭീകര ഈ അടുത്താണ് ഒരു 1.5 ആഴ്ചക്ക് മുമ്പായിരുന്നു അവിടുത്തെ ഭീകരൻ കാശ്മീരിൽ നിന്ന് പോയിട്ടുള്ള ഭീകരന്മാരുടെ വീടുകൾ തകർത്ത് കളഞ്ഞു ഇന്ത്യ, നമ്മുടെ സൈന്യം വീടുകൾ ബോംബ് വെച്ച് തകർത്ത് കളയാണ്. മറ്റേ ഇസ്രായേൽ ചെയ്ത കണക്ക് തന്നെ. കാരണം ഇനി അവരോട് ജീവിക്കാൻ അർഹരല്ലല്ലോ നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തിന് തകർക്കാൻ ശ്രമിക്കുന്നവന്റെ വീടെന്ന് മാത്രമല്ല അവന്റെ കുടുംബം പോലും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. അതെല്ലാ രാജ്യവും എടുക്കുന്ന ഒരു പോളിസിയാണ്. നമ്മുടെ രാജ്യം ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുത്തരികമായ കാര്യം. അത് മാത്രമല്ല, അതിർത്തികളിലും ഇപ്പോൾ നടക്കുന്ന ഈ ഹണ്ടിങ്ങിൽ, അതായത് ഹണ്ടിങ് എന്നല്ലല്ലോ അതിന് പറയുന്നത്, എൻകൗണ്ടർ കാര്യങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിനെയും കൂടി ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഹമാസിന്റെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ കാശ്മീരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു രീതിയാണ് ഈ മതം ചോദിച്ച് കൊല്ലുക എന്നുള്ളത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് പെട്ടെന്ന് ദഹിക്കില്ല. ഇത് പഹൽഗാമിൽ നമ്മൾ കണ്ടതല്ല, ഇപ്പോൾ നമ്മൾ കാണുന്നു. ഈ ജാർഖണ്ഡിൽ 2 യുവാക്കളടുത്തും അവരുടെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു. അവരാദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് വിശ്വാസം പോരാതിട്ട് അവരുടെ ഐഡന്റിറ്റി കാർഡിലൂടെ പരിശോധിച്ചു. അതിനുശേഷമാണ് കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പം മുസ്ലിംസിന് മാത്രം ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗൻഡ ഉണ്ടായി. നമുക്കറിയാം, ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ 98% മുസ്ലിം വിഭാഗം ഉള്ളിടത്താണ്. അവിടെയാണ് ഇതേപോലെ നരേറ്റീവ് ഉണ്ടായിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളിൽ ഒരു നല്ല ശതമാനം പേര് ഇപ്പോൾ ഈ ഭീകരന്മാരെ അനുകൂലിക്കുന്നില്ല. കാരണം അവരുടെ കണ്ണു തുറന്ന് അവർ നോക്കുമ്പോൾ കാണുന്ന അവരുടെ തൊട്ടപ്പുറത്തുള്ള POK അനുഭവങ്ങളാണ്. അവിടെ ഇവരുടെ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, സഹായം ചെയ്യുന്നുണ്ടോ, അവരെ കൊന്നൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു സഹായം കിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് സിന്ധു നദീജല കരാറ് റദ്ദ് ചെയ്തതിനെതിരെ അവർക്ക് പ്രതികരിച്ചേ പറ്റൂ. ആ പ്രതികാരം അവർക്ക് ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയില്ല. പകരം അവർക്ക് കഴിയാവുന്ന കാര്യം ഇതാണ്. അതിനിടയിൽ ഇന്നലെ ചൈനയിലുള്ള ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹം പ്രവചിച്ച കാര്യങ്ങളെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ഉറപ്പായും ആണവായുധം ഉപയോഗിക്കുമെന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു വെപ്പൺ ഇല്ല. ഇന്ത്യയുമായിട്ട് പോരാടി നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ആണവായുധം ഉപയോഗിക്കും. അത് കഴിഞ്ഞെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നാണ് ആ പ്രവാചകൻ, ചൈനീസ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൊഫസർ സിൻജാങ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പ്രൊഫസറൊന്നും അല്ല, അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഫേമസ് ആയതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതാണ്. ഏതായാലും അങ്ങനെയുള്ള സാധ്യത കൂടെ നിലനിൽക്കുന്നു. ഏതായാലും ഹമാസിനെയാണ് നമ്മുടെ രാജ്യം ഇനി അടുത്തത് നിരോധിക്കാൻ പോകുന്ന ഒരു സംഘടന. ഭീകരവാദ പട്ടികയിൽ നമ്മൾ ഇതുവരെ അവരെ പെടുത്തിയിട്ടില്ല, പെടുത്താൻ പോവുകയാണ്. ഇസ്രായേൽ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏതായാലും നമ്മുടെ പടിവാതുക്കൽ ഹമാസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം.